നമുക്ക് ഇച്ചിരി പാവയ്ക്ക കറി വയ്ക്കാം, തീയൽ വയ്ക്കാമേ. അതിനായിട്ട് നമുക്ക് പാവയ്ക്ക എന്നിട്ട് വെള്ളമൊക്കെ വറ്റി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം, അത് നല്ലത്. ഇത് ഒന്ന് വഴച്ച് നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് വഴച്ച് കഴുകണം. ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിനകത്തോട്ടിട്ട് കുതിരിട്ട് ഇങ്ങനെ ഒരു സവാള എടുത്ത് അരിഞ്ഞെടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാള ഇത് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ സവാള എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിനകത്തൊന്ന് ശകലം എടുത്ത് മാറ്റും. ഉള്ളി മാത്രം ഒന്ന് വഴന്നു വന്നപ്പോൾ അതിനകത്തൊന്ന് എടുത്ത് കുറച്ചെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ഇടാം. ബാക്കി ഇവിടെ കിടന്ന് കഴുകട്ടെ. നമുക്ക് ഇച്ചിരി തേങ്ങ വറുത്തത്, ഇത് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്നത്. ഇത് നമുക്കതൊക്കെ നേരത്തെ സമയമുള്ളപ്പോൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതിങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, തേങ്ങ അങ്ങനെ വറുക്കാറുള്ളത്. അതിനകത്ത് നോക്കിയാൽ കണ്ട് കിട്ടുവേ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചെടുത്ത് അരയ്ക്കാനെടുക്കാം. ഈ ഉള്ളി വഴറ്റിനകത്തോട്ട് നമുക്ക് തേങ്ങ വറുത്തത് കൂടി ഇടാം. നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ എന്തോരം വേണമെന്നുള്ള അതനുസരിച്ച് എടുക്കാം. ഇതെന്നിട്ട് നമുക്ക് പൊടിച്ചെടുത്തോണ്ട് വരണം. ഞാനിത് നല്ലപോലെ ഞെട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കളയണ്ട, ഇതിന് കറി വെച്ച് കഴിഞ്ഞിട്ട് കളയാം. ഇനി വെള്ളം ചാറ് കൂട്ടണമെങ്കിൽ ഇത് തന്നെ ഒന്നുകൂടെ കഴുകി എടുത്ത് വെച്ചാൽ മതി. പൊടിച്ചെടുത്തോണ്ട് വന്ന തേങ്ങയ്ക്കകത്തോട്ട് വെള്ളം കുറച്ച് ഒഴിക്കും. എന്നിട്ട് അരച്ചിക്കാം. നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് പാവയ്ക്കായും മൂത്ത്. ഇനി അതിനകത്ത് നമുക്ക് ഒരു ചെറിയൊരു തക്കാളി 2 പച്ചമുളകും കൂടെ അരിഞ്ഞിടാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുവറ കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് അരപ്പിട്ട് കൊടുക്കാം. ഇനി പാവയ്ക്കത്തേനാണെങ്കിൽ ഒത്തിരി മൂപ്പിക്കേണ്ട കാര്യമില്ല. തേങ്ങ വറക്കുമ്പോൾ പാവയ്ക്കായ്ക്ക് ഓൾറെഡി കയ്പല്ലേ, പിന്നെ തേങ്ങ വറക്കുമ്പം അതിനും ഒരു കയ്പ് രസം വരത്തില്ലേ വറുത്ത തേങ്ങ ഒത്തിരി മൂത്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ കയ്പ് രസം ഈ പാവയ്ക്കായുടെ കയ്പും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര കയ്പാകത്തില്ലേ. അതുകൊണ്ട് അധികം മൂപ്പിക്കണ്ട. അങ്ങനെ എടുത്തിട്ടാണ് പാവയ്ക്ക തീയലിന് മാത്രം നമ്മൾ അരയ്ക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ഉള്ളിയും എല്ലാം കൂടെ അരച്ച പേസ്റ്റ് തേങ്ങയും. ഇനി നമ്മൾ വെള്ളം കൂട്ടുന്ന ഈ പുളിവെള്ളമാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട പുളിവെള്ളമല്ലേ, അതാണ് നമ്മുടെ ചാറായിട്ട് ഉപയോഗിക്കുന്നത്. ചാറ് കുറവായിരുന്നു, നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ച് പുളിയൊന്ന് പിഴിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് കളഞ്ഞേക്കാം. ഇതേ പരുവത്തിലായിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ ചാറ് വേണം, അതിന് ഞാൻ ഇച്ചിരി പുളിവെള്ളം കൂടെ ഒഴിച്ച് എടുത്താൽ. ഇനി നമുക്കിന് ആവശ്യമായ ഉപ്പിടാം. ഉപ്പ് ആ വഴറ്റുന്ന സമയത്ത് മാത്രമേ ഉപ്പിട്ടുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ കറിക്ക് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പൊക്കെ ചേർത്തു. ഇതിനി ഭാവിക്കേക്ക് അധികം വേവൊന്നുമില്ല. ഇത് വഴറ്റിയെടുത്ത് വേവിച്ചതല്ലേ നമ്മളിത്. അതുകൊണ്ട് ഇനി ഇതിനകത്ത് കിടന്ന് വലിയ വേവില്ല. പക്ഷേ ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതിനായിട്ട് നമുക്ക് തീ കൂട്ടിയിട്ട് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അല്ല, ഇത്രയും പുളിവെള്ളം അധികം വന്നത് കളഞ്ഞേക്കാം. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക തീയൽ തയ്യാറായി കഴിഞ്ഞു. ഇതിന് ഈ ചട്ടിക്കകത്ത് ഇച്ചിരി കൂടെ പറ്റും. ഇനി നമുക്കിത് ഓഫ് ചെയ്തേക്കാം. ഇനി കടുക് വറുത്ത് നമുക്ക് ഉപയോഗിക്കാം.